സോ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്പർ 14 നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദാറ്റ് ഈസ് ഫ്രം ദ ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ. ഓക്കെ ഫൈൻ. ആൻഡ് അതിൻ്റെ സബ് ടോപ്പിക് എന്ന് പറയുന്നത് കെപ്ലേഴ്സ് ലോ ആണ്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്: എ പ്ലാനറ്റ് ടേക്സ് 200 days to complete one revolution around the sun. If the distance of the planet from the sun is reduced to 1/4 of its original distance, 1/4 of its original distance, then how many days will it take to complete one revolution ആണ് ചോദ്യം. ആണല്ലോ, അതായത് എനിക്ക് പറയാൻ പറ്റും ഇവിടെ ടൈമും അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഫ്രം ദ സൺ ടു ദ പ്ലാനറ്റുമായിട്ടുള്ള ഒരു റിലേഷൻ നമുക്കറിയാം. അതെങ്ങനെയാണ്? ടൈം പീരീഡ് ടി സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? അറിയാവുന്ന റിലേഷനാണ്. ടി സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ്. സോ നമ്മൾ റിലേ ചെയ്യാൻ പോകുന്ന മാത്തമാറ്റിക്കൽ റിലേഷൻ ഇതാണ്. ആണല്ലോ. സോ ഈ പറയുന്ന കേസ് 1ഉം കേസ് 2ഉം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? റേഷ്യോ എടുക്കാൻ പോവാണ്. സോ അങ്ങനെ റേഷ്യോ എടുക്കുമ്പോൾ എനിക്ക് എഴുതാൻ പറ്റും T1/T2 T1/T2 the all square is equal to എന്ത് വരണം? R1 divided by R2 the all cube എന്ന് വരണം. ക്ലിയർ ആണല്ലോ. സോ T1 എന്ന് പറയുന്നത് എത്രയാണ്? 200 ആണ്. ഡിവൈഡഡ് ബൈ T2 എത്രയാണ്? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. the all square is equal to ഓക്കെ R1 divided by R2 എന്ന് പറയുന്നത് നമ്മളോട് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ദ ഡിസ്റ്റൻസ് റെഡ്യൂസസ് ടു 1/4 ഓഫ് ഇറ്റ്സ് ഒറിജിനൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിച്ച് മീൻസ് R2 എന്ന് പറയുന്നത് എത്രയാണ്? R1 ഡിവൈഡഡ് ബൈ 4 ആണ്. ഓക്കെ, ദ ഓൾ ക്യൂബ് എന്ന് വന്നു. ക്ലിയർ ആണല്ലോ. സോ ഫൈൻ. ഇനി ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ ഞാനിവിടെ എന്ത് ചെയ്യാൻ പോകുന്നറിയോ? ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ഇക്വേഷനെ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ ഞാൻ അതെങ്ങനെ മോഡിഫൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. So here ഇവിടെ നമുക്കറിയാം I am going to take this as 200 okay into 200 square all divided by T2 that is equal to നോക്കിയ മക്കളെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഇവിടെ ക്യാൻസൽ ആയി പോക്കുള്ളൂ. ശരിയല്ലേ? 4 ക്യൂബ് എന്ന് പറയുന്നത് ഞാൻ എങ്ങനെ എഴുതാൻ പോകുന്നു? 4 into 4 എന്ന് എഴുതി. ഓക്കെ ആണല്ലോ. ഇവിടെ ഇത് ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ഇവിടെ എത്ര ഉണ്ടാവും? 5 ഉണ്ടാവും. സോ ഇത് ഇവിടുന്ന് പോയി. അതുപോലെ തന്നെ ഇത് ഇവിടുന്ന് ക്യാൻസൽ ആയിപ്പോയി ഇവിടെ എത്ര ഉണ്ടാവും? 5 ഉണ്ടാവും. ആണല്ലോ. സോ അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഹിയർ ദിസ് ഈസ് 5 into 5 into 10 into 10 ഓക്കെ ഓൾ ഡിവൈഡഡ് ബൈ 2 into 2 ഈക്വൽസ് ടു എന്തെന്ന് എഴുതാൻ പറ്റും? T2 എന്ന് എഴുതാൻ പറ്റും. ആണല്ലോ. സോ ഹിയർ സോ ഇത് T2 അല്ല, സോറി, ഇത് പറയുന്നത് T2 സ്ക്വയർ ആണല്ലേ? ആണല്ലോ. സോ T2 സ്ക്വയർ. സോ അങ്ങനെയാണെങ്കിൽ T2 എന്ന് പറയുന്നത് എന്തായി? T2 എന്ന് പറയുന്നത് 5 into 10/2 എന്ന് വന്നു. ശരിയല്ലേ? സോ ഹിയർ ദിസ് വിൽ ഗീവ് യു ദ ആൻസർ ആസ് T2 equal to 25 എന്ന ആൻസർ നിങ്ങൾ കേട്ടു. മനസ്സിലായി കാണുമല്ലോ.